ഈ തള്ള നോക്കുന്ന ഈ വയസ്സായ തന്തമാരൊന്നും അല്ലെങ്കിൽ ഞാൻ നോക്കാറില്ല അറിഞ്ഞില്ലേ. സന്ദീപേ ഹലോ, എന്തൊക്കെ കാണണം. 23 താങ്ക് യു. ഭർത്താവിൻ്റെ ബിസിനസ് എന്ത്? ഭർത്താവിൻ്റെ ബിസിനസ്സിന് മനീഷ് കണ്ണൂരിന് എന്താ അറിയേണ്ടത്? സുഖമാണോ? ബാക്കിൽ എന്താണ്? ബാക്കിൽ ഒരു അയൽ. അല്ല, എന്തൊക്കെ അറിയണം? സോഷ്യൽ മീഡിയ എന്നെ ചായക്കാരെ ഈ ചായ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. നിസ്കരിച്ചു. തെളിവാണോ? തെളിവില്ല, സോറി. താത്ത എന്താണ് പാട്? നല്ല വിശേഷം. അബ്ദുൽ ബാസിത്തെ നല്ലതാണോ? ഓൾ ഫൈൻ, ഓൾ സെറ്റ്. അബ്ദുൽ ബാസിത്തിന്റെ പാടെന്താ? ജിയാദന്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യരുത് കേട്ടോ. അതിനുള്ള ഇതുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം മെസ്സേജ് അയക്കാൻ നിൽക്കില്ല കേട്ടോ. നമ്മൾ പറയണതിൽ സ്റ്റാൻഡിൽ ഉറച്ചിക്കണം. കല്യാണം കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. അതിലാണോ എന്ന് നോക്കാൻ ഇല്ല. എൻ്റെ ബിസിനസ്സിൽ എന്തായാലും ഒന്നില്ല. ഓക്കെ, അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി തന്നില്ലേ. ഒന്നും വരണ്ട. ഇനി എന്നെ കെട്ടിച്ചിട്ടേ വിടണുള്ളൂ. എന്നിട്ട് ഈ എന്നും ചായ ഉണ്ടാക്കി തരണം. കമ്പഴത്തെ അസറ അത് തനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് നിങ്ങളാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല പാടാ. എന്ത് പറ്റി? നമ്മൾ നല്ലൊരാളായിരുന്നു കേട്ടോ അബ്ദുൽ ബാസിത്ത്. വളരെ നല്ലൊരു കാക്ക. വിൽ യു ആക്സെപ്റ്റ്? സോറി, എനിക്കിപ്പോൾ ഒരു മൂടില്ല. സോറി. എന്തായിരുന്നു? വിഷ്ണു. ഐ ആം ഫാസിൽ. ഹായ്. സാർ ഇല്ല, താല്പര്യമില്ല മോനെ. നോട്ട് ഇൻട്രസ്റ്റഡ്. മനീഷ് ഹായ്. ഓവർ ആക്ടിങ് അത് സാരല്ലേ, ജന്മനെ അങ്ങനെ ആയിപ്പോയി പറഞ്ഞു. എനിക്കത് ഓവർ ആക്ടിങ് ആയി തോന്നണമെന്ന് തന്നെ ഒന്നില്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു വ്യൂ അല്ലേ. ഞാൻ നിങ്ങൾ ഇന്നെ അങ്ങനെ കാണുക ഞാൻ പറയില്ല. ആയിക്കോട്ടെ, മേ ബി ഞാൻ ആക്സെപ്റ്റ് ചെയ്യണേ. ഹായ് ചേച്ചി. നൈറ്റ് 100 ബ്ലോഗോ സ്പീക്കർ. സോറി കുടിക്കുക മാട്ടുള്ള ഇതൊന്നും പറയണ്ട. ഈ ചായ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ചായ കുടിച്ച് ജലദോഷം, പല ജലദോഷം. MTFI കുറച്ച് നേരമായി തുടങ്ങിയിട്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ ഉദ്ദേശം എന്താണ്? സന്ദീപ് കിച്ചൂസ്. ഓക്കെ. ഐ സീ യു ഇൻ. ഐ ലവ് യു. സൈനുൽ ആബിദീൻ കെ ഹായ്. ഐ സീ യു ഇൻ എക്സാം. അതുണ്ടാവും, സാരില്ല മോനെ. പേരെന്താ? കിങ് സവാദോ? വീട്ടിലുള്ളവർ ഒക്കെ ആണോ നോക്കിയിട്ടുണ്ടല്ലോ മോനെ. കിങ് സവാദ്. ഉമ്മാൻ്റെ അവസ്ഥയൊക്കെ എന്താണോ? കയ്യിൽ എന്താണ്? അത് മരുന്നിൻ്റെ കുപ്പിയാണ്. സോറി, ഇവിടെ കണ്ടപ്പോൾ ഒരു തുരക്ക് വെറുതെ എടുത്തതാ. എന്ത് ഉദ്ദേശം മനസ്സിലായില്ല. അല്ല, കുറച്ച് നേരം എന്താ നരകത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എൻ്റെ കുറച്ച് കുറ്റം പറഞ്ഞു. ഇപ്പം എൻ്റെ കുറച്ച് നല്ലതൊന്നും പറഞ്ഞില്ല കേട്ടോ. എടാ അറബ് സംസാരിക്കേന്ന്. അറബ് ഈ പറയാം അപ്പം അതിന് റിപ്ലൈ തരാം. പേരെന്താ? അഫ്സീന. അല്ല വരുന്നുണ്ടല്ലോ. ഞാൻ വരട്ടെ. ഇമോഷൻ ഇടുന്നവരൊക്കെ ഞാൻ തിരിച്ചും പറയും കേട്ടോ. അത്രേ ഉള്ളൂ. അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളവർ മാത്രം വരട്ടാ. ഏതാവുന്നു അമ്മേ. ഈസ് യുവർ മദർ? അതിനെന്താ ഇടാലോ മനീഷ് കണ്ണൂർ. ഷുവർ. സൂ മൈസൂർ. അമ്മൻ്റെതാണോ ഗെയിമസ് ടോപ്പിക്സ് പറഞ്ഞത്? അമ്മൻ്റെ കാര്യമാണോ? സോറി, തൻ്റെ അമ്മൻ്റെ കാര്യം ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടാ. യൂസുഫ്. യെസ്. NS ഹേ. അങ്ങനെയാണോ? സോറി, ഞാൻ ഇന്നെ കുറ്റപ്പെടുത്തിയതെന്ന് കരുതി. താങ്ക്സ്. വരട്ടെ. ഞാൻ എന്താണ് എൻ്റെ സംസ്കാരം കണ്ട് മാറാത്തെന്ന് കരുതി നിൽക്കായിരുന്നു. ഗെയിമേഴ്സ് ടോപ്പിക്സ്. ഞാൻ പറയാം, എൻ്റെ അമ്മനോട് അച്ഛനോട് സംസാരിക്കണ പോലെ എൻ്റെ ലൈവിൽ വന്ന് സംസാരിക്കണ്ട. സോ ഈ പൊക്കോ കേട്ടോ. എൻ്റെ ഉമ്മാനോട്, എൻ്റെ അപ്പാനോട്, എൻ്റെ പെങ്ങളോട് നിങ്ങളെ സംസ്കാരം വന്നിട്ട് എൻ്റെ ലൈവിൽ വന്ന് കാണിക്കണ്ട. എനിക്കതിന് താല്പര്യമില്ല. എപ്പോഴിടാ? ഞാൻ നാളെടാ ഷുവർ. മനീഷ് കണ്ണൂൻ്റെ റിക്വസ്റ്റ് പ്രമാണിച്ച് നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗെയിമേഴ്സ് ടോപ്പിക്സ് എൻ്റെ അമ്മേൻ്റെത്, എൻ്റെ അച്ഛനോട്, എൻ്റെ ഉമ്മാനോട്, എൻ്റെ പെങ്ങളോട് ഉള്ള സംസ്കാരം എൻ്റെ ലൈവിൽ വന്ന് കാണിക്കല്ലേ കേട്ടാ. അപ്പോൾ ഈ പൊക്കോ കേട്ടോ. നിങ്ങളെ ഫാമിലിയായിട്ട് നിങ്ങളങ്ങനെ ബിഹേവ് ചെയ്തോളൂ. അത്ര സംസ്കാരം കെട്ടവർ എൻ്റെ ലൈവിൽ വന്നാണ്ട് ഇതാക്കണം എനിക്കിഷ്ടമല്ല.